ഹായ് ഇറ്റ്സ് മീ സിജു. അപ്പം ഇന്ന് നമ്മുടെ ആമിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ഏട്ടാ. ആമിക്കുട്ടി എണീറ്റിട്ടില്ല, നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ നമ്മുടെ പന്തലിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് അത്ര മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇന്നാണ് നമ്മുടെ ആമിക്കുട്ടിയുടെ ബർത്ത്ഡേ ഏട്ടാ. അപ്പോൾ നമ്മുടെ ആമിക്കുട്ടീനെ ഒന്ന് പോയി ഒന്ന് നമുക്ക് വിളിക്കാം. ആമി നല്ല ഉറക്കത്തിലാട്ടാ. ആമിക്കുട്ടി, ഇന്ന് ആമിയുടെ ബർത്ത്ഡേയാ. ഹാപ്പി ബർത്ത്ഡേയാ, ഹാപ്പി ബർത്ത്ഡേ. നല്ല ഉറക്കത്തിലാട്ടാ ആമിക്കുട്ടി. അമ്പലത്തിൽ പോണ്ടേ നമുക്ക്? 9 മണി കഴിഞ്ഞു. അമ്പലത്തിൽ പോവാ ആമിക്കുട്ടിയെ? പോവാം, വാ. എന്നിട്ട് സ്പെഷ്യല് ദേവയുടെ കൈകളാൽ ഉണ്ടാക്കുന്ന പായസമാണോ? സേമിയ പായസം. അപ്പൊ നമ്മുടെ പായസം റെഡി ആവുകയാണ്. അപ്പോൾ നമ്മുടെ കസാര ഐറ്റംസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ടേബിൾ കൂടി ഉണ്ട്. കേക്ക് കട്ട് ചെയ്യുന്ന ടേബിൾ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ. കാലം തന്നെ സ്റ്റേജൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് ലൈറ്റ്സ് അറേഞ്ച്മെന്റ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആമി നോക്കിയിട്ട് എന്നിട്ടാ സ്റ്റേജ് ഇരിക്കണേ ടേബിള് അവിടെ പോയി നിന്ന് നോക്കിയൊക്കെ എത്തുമെന്ന്. കുട്ടി കയറി വരും. കുട്ടി വന്നിട്ട് പ്രസംഗം തുടങ്ങാൻ പോണേ നമ്മള്. ഇവിടെ മൈക്കില്ലാത്തൊരു കുറവുണ്ട്. വെളിച്ചമില്ല. അതെ, ഓക്കെ അല്ലേ ആമി? സെറ്റല്ലേ? ആമിക്കുട്ടി കുളിച്ച് സുന്ദരി അമ്പലത്തിൽ പോകാൻ പോകാൻ. അതെ, ഹാപ്പി ബർത്ത്ഡേ അമ്പലത്തിലേക്ക് വന്നിരിക്കല്ലേ? ഏത് അമ്പലം എന്ന് പറഞ്ഞേ? പെരിങ്ങോട്ടുകര സോമശേഖര അമ്പലം. വാ. അപ്പൊ ഇതേ രണ്ടാളും അമ്പലത്തിൽ പോയി വന്നത് കാറ് കഴുകാണ് അല്ല ചേട്ടാ? കുറച്ചല്ല, കുറച്ച് അധികം. അതെ, പെരുന്നാള് സദ്യ. മാമുണ്ണ് വെള്ളം. ആമി ഇന്ന് വൈകിട്ട് കളിക്കുന്ന ഡാൻസ് പ്രാക്ടീസ് ചെയ്യാണ്. ഇത് ദപ്പാങ്കൂത്ത് ഇതാന്ന് തോന്നുന്നുണ്ട്. ഇത് നമുക്ക് കേക്ക് മുറിക്കാനുള്ളതാട്ടോ, തട്ടിയിടരുതേ. അപ്പൊ നമ്മുടെ വീട്ടിലെ ചേച്ചി ചിണ്ടും വന്നിട്ടുണ്ട് കേട്ടാ. ചിണ്ടുവിന്റെ കൂടെ നമ്മുടെ ഹാപ്പിയും വന്നിട്ടുണ്ട്. ഹാപ്പിയും പപ്പിയും തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും സമാധാനിപ്പിക്കാൻ പോവാണ്. ഷേക്കിന്റെ അടുക്ക് രണ്ടാലോ കാണട്ടെ. ഷേക്കിന്റെ അടുത്തേ അല്ല, പപ്പിക്ക് അത്ര കുഴപ്പമില്ല കേട്ടോ. അവനാണ് കേട്ടോ തിരിക്കപ്പുറത്തില്ലാത്ത അവള്. ഹാപ്പി മോളെ. ഇത് ഹാപ്പി, അത് പപ്പി. അപ്പൊ നമ്മുടെ ആമിക്കുട്ടിയുടെ ആത്മിക ടേൺസ് 5 എന്നുള്ള ബാനർ വെക്കാണ് കേട്ടാ. അപ്പൊ അത് ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇൻസ്റ്റാഗ്രാം പേജ് എന്നാണ് കേട്ടാ. ഈ ഒരു പേജില് ഇഷ്ടം പോലെ ഇതുപോലത്തെ ഒരുപാട്. ഇത് മാത്രല്ല, ഫുൾ ഐറ്റംസ് ഉണ്ടായിരിക്കും. ഫുൾ ഐറ്റം എന്തായാലും വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. ലൈറ്റിന്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് കേട്ടോ. സെറ്റ് ചെയ്യുന്നുള്ളൂ, ടൈം ആവുന്നുള്ളൂ. നമുക്ക് നൈറ്റ് എന്തായാലും ഇതിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പം നമ്മളിതേ സ്റ്റേജ് ഡെക്കറേഷൻ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അവിടെ ബലൂൺ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണാൻ വേണ്ടി ഇവിടെ ചിണ്ടു അമ്മാമ്മയും കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ആമിക്കുട്ടി ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഒരു ബലൂൺ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സിജേട്ടനും ഉണ്ട്, അതില് മോമുണ്ട്, ഡാഡും ഉണ്ട്. ചേട്ടാ, നമ്മുടെ ആദ്യത്തെ അതിഥികൾ ആരാണ്? അപ്പൊ നമ്മുടെ ജിൻചേട്ടനും അമ്മൂസും എത്തിയിട്ടുണ്ട്. അതെ അതെ, അതുകൊണ്ടാണ് അവര് നേരത്തെ വന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലത്ത് വരാനാ പറഞ്ഞത്, ഉച്ച തിരിഞ്ഞു. അപ്പൊ നമുക്കിനി ബാക്കി വരുന്നവരൊക്കെ കാണാണ്ടാ. നമ്മുടെ കുട്ടി ഫാൻസ് എവിടെ? നളന്ത സ്കൂള് അല്ലേ? എല്ലാരും 7ാം ക്ലാസ്സിലാ. 7ലും 6, 5, 7. ഏകദേശം ഇത്ര സെറ്റപ്പ് ആയിട്ടുണ്ട് നമ്മുടെ സ്റ്റേജ്. ആ
ഫുള്ളാവണം. ഫുള്ളായിട്ട് ഞങ്ങൾ വീണ്ടും കാണിച്ചിരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ആമിക്കുട്ടിയുടെ ഫോട്ടോ. അന്ന് ഫോട്ടോ എടുക്കാൻ പോയ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതിലെ ഒരു എക്സ്പ്രഷനാണ് ആമിയുടെ ഇത്. അല്ല ആമി, ഫോട്ടോ പോസ്റ്റ് ചെയ്യാനൊക്കെ പഠിച്ചു അല്ലേ? നമ്മൾ കാറ്ററിങ്ങിനെ ഏൽപ്പിച്ചിരുന്ന ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നൈറ്റിലുള്ളൊരു വ്യൂ. അധികം ഇരുട്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഒരു വെളിച്ചം. ഇതാണോ കേക്ക് കട്ടിങ്ങിന്റെ പ്രാക്ടീസ് ആണോ? അപ്പോൾ ഇതേ ഒരുവിധം സെറ്റായിട്ട് നമ്മുടെ വെൽക്കം ഡ്രിങ്ക് ഇവിടെ ഉണ്ട്. ഫുഡ് ഐറ്റംസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ആൾക്കാരുകൾ വന്നു തുടങ്ങണമല്ലോ. സ്റ്റേജൊക്കെ ഇതേ സെറ്റായിട്ടാണ്. നമ്മുടെ ആമിക്കുട്ടിക്ക് കൂട്ടുകാരിനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആമീസ് വണ്ടർലാൻഡ് ഇല്ലേ, ആ ചാനലിലെ കുട്ടിയാണ് കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും, ബിനോയ് ചേട്ടനൊക്കെ അറിയായിരിക്കും. അപ്പോൾ പിന്നെ കുറച്ച് ബന്ധുക്കളൊക്കെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇനിയും വരാനുണ്ട്. സിജേട്ടൻ്റെ ഇവിടെ നിൽക്കുന്നുണ്ട്. ചേട്ടാ, ഇതാണ് നമ്മുടെ പരിപാടികൾ. കുറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അതെ, അതൊക്കെ വന്നോണ്ടിരിക്കുക. അപ്പോൾ വഴി ചിലർക്ക് അറിയില്ല, അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നു. അപ്പം നമുക്ക് അവർ വന്നിട്ട് കാണാം കേട്ടാ. 2 ഗ്ലാസ് മതിയാവോ? എനിക്കല്ല, അവർക്ക് കൊടുക്കണം. ഇവിടുത്തെ അവിടെ വരെ സോറി. ഒരു മൈൻഡില്ല, കണ്ടുപറ്റില്ല. അപ്പോഴേക്കും എല്ലാരും പോയിട്ടുണ്ടാവും മാത്രം. പോയി അമ്മ കേക്ക് മുറിക്കുന്നു തോന്നുന്നുണ്ട്. ഞാൻ വരുന്നുണ്ട്. പാട്ട് വരുമോ? പാട്ട് വരുമോ? ബർത്ത്ഡേ പാർട്ടി. ചിരിച്ചുകുട്ടി ക്ലോസപ്പിന്റെ പരസ്യം കേട്ടോ. ചുമപ്പ ഡ്രസ് ഇട്ട മറ്റേ ഡിങ്കു മിങ്കു ആണ്. കേക്കൊക്കെ മുറിച്ചെങ്കിൽ ഫോട്ടോ എടുത്തോണ്ടിരിക്കാനേട്ടാ. നമുക്ക് ഫോട്ടോസൊക്കെ കാണാം. എടുക്കില്ല ചേട്ടാ.
ഫുഡ് മുഖ്യപ്പിക്കില്ലേ മേമയുടെ വീഡിയോ എടുക്കാൻ അവിടെ പറഞ്ഞിട്ടാ ഞാൻ എടുക്കണേട്ടാ വിത്ത് പെർമിഷൻ. ഹലോ അറിയില്ല പിന്നെന്താ അറിയാണ്ട് ചെരുപ്പെടുത്ത് കളിക്കാൻ സമയം അഞ്ചാള് മൊത്തം നേരത്തെ വന്നു ഇന്നലെ വീഡിയോ കണ്ടു അപ്പൊ ഞാൻ വീഡിയോ അവൻ പറഞ്ഞു അവരവിടെ എത്തി ഇതാണ് ആ മൂവർ സംഘം. ഒരാൾ കൂടി എല്ലാം വളരെ പെട്ടെന്ന് നിങ്ങട് നോക്കിയേ നമ്മുടെ ആദിക്കുട്ടൻ എല്ലാവർക്കും അറിയില്ലേ? എടുത്തിട്ടില്ലേ ഇവരെല്ലാരും വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് എല്ലാവരും കാത്തിരുന്ന അമ്മ അല്ലെ? കണ്ടിട്ടില്ലേ? ചേട്ടാ എവിടെ പോയാലും നിങ്ങളാണല്ലോ. പന്നെ പറ വീഡിയോ എടുക്കണോണ്ട് എനിക്ക് വിലയില്ല ഗോയ്സ്. തല മാറ്റിയിരുന്നെങ്കിൽ വീഡിയോ എടുക്കായിരുന്നു. ഇത്ര നേരം നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തിരുന്നത് നമ്മുടെ ലച്ചു ആണ് കേട്ടോ. അപ്പോൾ ലച്ചു പോവാണ്. ഇപ്പോൾ നമ്മൾ ഇനി ആരെ വീട് കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു, ടാറ്റാ. അപ്പോൾ ഇവൻ്റെ കല്യാണം കൂടെ നമ്മൾ ഡിസംബർ ലാസ്റ്റ് വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, കല്യാണ സെക്കനാ എടുക്കുന്നതായിരിക്കും. ഏറ്റവും നേരം വൈകി വന്നത് എൻ്റെ അച്ഛനാണ്. അച്ഛൻ എന്താ നേരം വൈകിയേ? നമ്മുടെ ഷോപ്പ് അടയ്ക്കാൻ ഞങ്ങൾ കുഞ്ഞു ലുലുമാല് അടയ്ക്കാൻ നേരം വൈകിയതുകൊണ്ടാണ്. നമ്മുടെ സ്വന്തം അമ്പാട് റോക്സ് ഫുഡൊക്കെ കഴിച്ച് പോവാന്നാ പറയാ. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ? ഞാൻ പറഞ്ഞ് പറയിപ്പിച്ചാട്ടാ, അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇപ്പൊ നമ്മുടെ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്, വേഗം തള്ളിക്കോ. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ബർത്ത്ഡേ ഇന്നത്തെ കാര്യങ്ങള്. അപ്പൊ നമ്മള് അജീഷിനെ കണ്ടതിട്ടാ, പിന്നെ നമ്മുടെ ജിനീഷ് മാമിനെ കണ്ടത്. അല്ല നീ കണ്ടിട്ടുണ്ട്, പക്ഷെ മുഖാമുഖം സംസാരിച്ചിട്ടില്ല. അവിടെ വെച്ച് നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ്. സന്തോഷായില്ലേ? നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. അതെ അതെ. അപ്പൊ നമ്മൾ അടുത്ത കൂടുതല് മറന്നിട്ടില്ലേ, നമ്മൾ അജേഷന്റെ വീട്ടിലുണ്ടായിരിക്കും. അപ്പൊ അടുത്ത വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ എന്താ നമ്മുടെ ബർത്ത്ഡേയുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടാ. അപ്പൊ നമുക്ക് ടാറ്റാ, ബൈ ബൈ.